ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസിനികളുടെ സമൂഹമേ, അതിപരിശുദ്ധമായിരിക്കുന്ന ശൂനോയോ നോമ്പിനോട് അനുബന്ധമായി ബഹറിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ സംഘടിപ്പിച്ചിരിക്കുന്ന സുവിശേഷ യോഗത്തിൻ്റെ ആദ്യ ദിനത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സന്ധ്യയിൽ നമ്മോട് ദൈവവചനം പ്രഘോഷിക്കുന്നത് കുടച്ചനാട് സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ സഹവികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട മത്തായി സക്കറിയ അച്ഛനാണ്. പ്രിൻസനച്ഛൻ എന്ന് സ്നേഹത്തോടുകൂടി എല്ലാവരും വിളിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ഇടവൻകാട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവാംഗമാണ്. നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷൻ യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിച്ച അവസരത്തിൽ ഏറെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇന്ന് നമുക്ക് വേണ്ടി തിരുവചനങ്ങളെ ദൈവികമായിട്ട് വിവേചിച്ച് നൽകുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഏറെ ആദരവോടുകൂടി ഇന്നത്തെ വചനപ്രഘോഷണത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ സ്വർഗീയ പിതാവേ, ഏഴകളും പാപികളുമാവുന്ന ഞങ്ങൾ ഓരോരുത്തരും നിന്റെ പരിശുദ്ധമായ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, നിന്റെ തിരുപാദത്തിലിരിക്കുവാനും നിന്നിൽ നിന്ന് കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് തെളിയിച്ചു തരണം. നല്ല നിലത്തു വീണ വിത്തുപോലെ ദൈവവചനം ഞങ്ങളുടെ ഉള്ളിൽ വളരുവാൻ ദൈവമേ അവിടുന്ന് സംഗതിയാകണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഒരു ഓർമ്മ പെരുന്നാൾ കൂടി കൊണ്ടാടുവാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ആ അമ്മയെ പോലെ വിശുദ്ധിയുടെയും താഴ്മയുടെയും നിർമ്മലതയുടെയും അനുഭവത്തിൽ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. കർത്താവെ, നിന്റെ വിട്ടുപിരിയാത്ത സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സദാ സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഈ വർഷത്തെ ശൂനോയോ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരുക്ക ശുശ്രൂഷകളിൽ ബഹറിൻ ഇടവകയുടെ ഭാഗമാകുവാൻ ഇടയാക്കിയ ദൈവം തമ്പുരാനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഏവർക്കും സ്നേഹ വന്ദനം അറിയിക്കട്ടെ. വലിയ നൊമ്പരത്തിൻ്റെയും ആകുലതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. എത്ര കൂട്ടി നോക്കിയാലും നഷ്ടങ്ങളും വേദനകളും നൊമ്പരങ്ങളും ആകുലതകളും ബാക്കിയാവുന്ന ജീവിതങ്ങളായി നാം ഓരോരുത്തരും മാറുകയാണ്. അതിന് സാക്ഷികളായി നാം തീരുകയാണ്. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുമ്പോൾ ജീവിതത്തിന് കൂടുതൽ തണുപ്പും ജീവിതത്തിന് കൂടുതൽ ആശ്വാസവും കണ്ടെത്തുന്ന നാളുകളായി ഈ നോമ്പുകാലവും ഈ പെരുന്നാളും നമുക്ക് അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആമുഖമായി എന്നെ വളരെയധികം ചിന്തിപ്പിക്കുക, നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ധാരാളം ആളുകൾ കേട്ടിട്ടുള്ളതുമായ ഒരു പുസ്തകത്തിൻ്റെ രചനയുടെ അല്പം ഭാഗങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് നയാഗ്ര വെള്ളച്ചാട്ടം. അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ആകർഷിക്കുന്ന അനേകം ഘടകങ്ങളും ഒക്കെ കണക്കുകളിൽ ബാക്കിയാണ് എങ്കിലും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന കാഴ്ചയാണ്. ഉയരത്തിൽ നിന്ന് പാറക്കെട്ടുകളിൽ തട്ടി ജലം കണികകളായി താഴേക്ക് ഒഴുകുമ്പോൾ പാല് പോലെ പതഞ്ഞ് ഒഴുകുന്ന വെള്ളത്തിൻ്റെ കാഴ്ച
ആർക്കും ഹൃദയസ്പർശിയായ ഒന്നാണ്. അവിടെ ഈ കാഴ്ച കാണുവാൻ ലോകത്തിൻ്റെ പല അതിരുകളിൽ നിന്നും ആളുകൾ എത്താറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ വായിച്ച ഈ പുസ്തകത്തിൽ അതിൻ്റെ എഴുത്തുകാരൻ നയാഗ്ര വെള്ളച്ചാട്ടം നേരിട്ട് കണ്ട് അതിൻ്റെ ഭംഗി തൻ്റെ പുസ്തകത്തിന് വേണ്ടി എഴുതുവാനാണ് അദ്ദേഹം അവിടെ എത്തിയത്. അദ്ദേഹം ആ സ്ഥലത്തെത്തി ദൂരെ നിന്ന് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ആസ്വദിച്ചു. അവിടെ നിന്ന് അദ്ദേഹത്തിനൊരു ആഗ്രഹം ഉണ്ടായി, ഈ വെള്ളച്ചാട്ടത്തിന് മുകൾ വശത്തായിട്ട് ചെന്ന് ഈ കാഴ്ചകൾ കുറെ കൂടി ആസ്വദിക്കണം എന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം വളരെയധികം പണിപ്പെട്ട് ധാരാളം യാത്ര ചെയ്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശത്തായി ഒരു പാറക്കെട്ടിൽ നിന്ന് അദ്ദേഹം ഈ കാഴ്ചകൾ കാണുകയാണ്. അവിടെ നിന്ന് കണ്ടപ്പോൾ മനോഹരമായ കാഴ്ചയാണ്. താഴേക്ക് നോക്കുമ്പോൾ അനേകം ഭൂപ്രകൃതികളൊക്കെയും കാണാം. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകി വരുന്ന അനേകം നദികളും തോടുകളും കൈവഴികളും ഒക്കെ കാണാം. വളരെ മനോഹരമായ കാഴ്ച. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം കാണുകയാണ്. അതുതന്നെയാണല്ലോ വാസ്തവം. എല്ലാ മനോഹരമായ കാഴ്ചകളുടെയും പുറകിൽ അത്ര സുഖകരമായ അല്ലാത്ത ചില വസ്തുതകൾ ഉണ്ടാവാം. അദ്ദേഹം കണ്ട കാഴ്ച, ഒരു പ്രദേശത്തു നിന്ന് ഒഴുകി വരുന്ന ആ കൈത്തോടിൽ ഒരു മൃതശരീരം ഒഴുകി വരികയാണ്. ആ മൃതശരീരം ഒഴുകി വരുമ്പോൾ അതിൻ്റെ പുറത്തായി കുറച്ച് കഴുകന്മാർ ഇരിപ്പുണ്ട്. ആ മൃതശരീരം ഒഴുകി വരുമ്പോൾ പാറക്കെട്ടുകളിൽ തട്ടി തങ്ങളുടെ ഭക്ഷണം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ ഈ കഴുകന്മാർ തങ്ങളുടെ ആഴമുള്ള നഖങ്ങൾ ഈ മൃതശരീരത്തിൽ ഇറക്കി മുറുകെ പിടിച്ചിട്ടുണ്ട്. ചെറിയ പാറക്കെട്ടുകളിലൊക്കെ തട്ടുമ്പോൾ ഈ മൃതശരീരം നഷ്ടപ്പെട്ടു പോകാതെ അവർ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ മൃതശരീരം ഒഴുകി വരുമ്പോൾ അതിന് പുറത്തിരുന്ന് ഈ ഭക്ഷണം ആസ്വദിച്ചുകൊണ്ട് കഴുകന്മാർ ഈ വെള്ളച്ചാട്ടത്തിനോടൊപ്പം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ മൃതശരീരം വെള്ളച്ചാട്ടത്തിന് മുകൾ വശത്തെത്തുകയും അത് താഴോട്ട് പതിക്കുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് കഴുകന്മാരൊക്കെ തങ്ങളുടെ നഖം ഊരി പറന്ന് മാറിയെങ്കിലും ഒരു കഴുകന് മാത്രം ആ നഖം ഊരിയെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം കണ്ട കാഴ്ച, ഈ വലിയ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ വശത്ത് നിന്ന് താഴേക്ക് ഈ മൃതശരീരം വീഴുകയും കഴുകനും അതോടൊപ്പം പാറക്കെട്ടുകളിലേക്ക് വീഴുകയും പിന്നീട് ഈ മൃതശരീരവും കഴുകനും ഒരേ അവസ്ഥയിൽ ഒഴുകുകയും ചെയ്യുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത് നമ്മുടെയൊക്കെ ജീവിതവും ഈ കഴുകന്റെ യാത്രയുമായി വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളും ഈ ലോകത്തിൻ്റെ ആസ്വാദനങ്ങളിലും ഒക്കെ കണ്ണും മനസ്സും ഉടക്കിപ്പോകുമ്പോൾ മുമ്പിലുള്ള അപകടങ്ങളെ വിളിച്ചോതുന്ന പാറക്കെട്ടുകൾ നമ്മെ തട്ടി വിളിക്കുമ്പോഴും അവയൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് ചിന്തിച്ച് മുൻപോട്ട് ആസ്വാദനങ്ങൾ നടക്കുന്ന ഒരു ജീവിത രീതിയാണ് നമുക്കും പലപ്പോഴും ഉള്ളത്. ചില പാറക്കെട്ടുകൾ നമ്മെ തട്ടി വിളിക്കും. അവിടെ ഉണരുവാനും മുമ്പിലുള്ള അപകടത്തെ തിരിച്ചറിയുവാനും നമുക്ക് കഴിയുവാൻ സംഗതിയാണ്. ഈ ഓർമ്മ പെരുന്നാളുകളും എല്ലാ പെരുന്നാളുകളും ഒരു തട്ടിവിളിക്കലുകളാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തട്ടിവിളിക്കലുകളാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പോരായ്മകളും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരിമിതികളെയും തിരിച്ചറിയുവാനുള്ള ഒരു തട്ടിവിളിക്കലുകളാണ് ഈ പെരുന്നാളുകൾ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ആ തിരിച്ചറിവ് ഉൾക്കൊള്ളുവാനും പരിമിതികളെ മാറ്റി നിർത്തി ആത്മീയതയിൽ കൂടുതൽ വളരുവാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ പെരുന്നാൾ കൊണ്ടോ ഈ വചന ശുശ്രൂഷകൾ കൊണ്ടോ ഈ തരത്തിലുള്ള ഒരു ശുശ്രൂഷകൾ കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ വലിയ അർത്ഥമുണ്ടാകുകയില്ല എന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, ഈ വർഷത്തെ പെരുന്നാൾ അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ. ആത്മീയ ജീവിതത്തിൽ നമ്മെ തട്ടിവിളിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്.
പിതാക്കന്മാരുടെ എഴുത്തുകളിൽ ഏറ്റവും കൂടുതലായി ഊന്നിപ്പറയുന്ന ഒരു വേദഭാഗത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ് ഇന്നത്തെ ദിവസം കർത്താവിൽ ശരണപ്പെടുന്നത്. പരിശുദ്ധ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ദൈവമാതാവ് ഉൾപ്പെടെ ആദിമകാലത്ത് സഭയ്ക്ക് വേണ്ടി ജീവിതത്തിൽ രക്തസാക്ഷികളായി മാറിയ അനേകം സഹദേന്മാർ, എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ അനേകം സഹദേന്മാർക്ക് ശക്തി പകർന്നത് പഴയ നിയമ പുസ്തകങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. ആ പഴയ നിയമ പുസ്തകങ്ങളിൽ ചില അധ്യായങ്ങൾ അവരെ വളരെയധികം ശക്തീകരിച്ചു, ബലപ്പെടുത്തി എന്ന് പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നാം വായിക്കുന്നുണ്ട്. അപ്രകാരം അനേകം രക്തസാക്ഷികളെ ബലപ്പെടുത്തിയ ഒരു അധ്യായമാണ് നിങ്ങളുമായി ധ്യാനിക്കുവാൻ ഈ സമയം കർത്താവിൽ ശരണപ്പെടുന്നത്. വിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതം വലിയ ശ്രേഷ്ഠത ഉളവാക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ എടുത്തു പറയേണ്ടത് കാര്യമില്ലല്ലോ. പ്രത്യേകമായി അനേകം ശ്രേഷ്ഠതകൾ ആ മാതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അനേകം നന്മകൾ ഉണ്ടായിരുന്നു. ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. സൗമ്യതയുടെയും താഴ്മയുടെയും വിനയത്തിൻ്റെയും ഒക്കെ മകുട ഉദാഹരണങ്ങളായിരുന്നു വിശുദ്ധ ദൈവമാതാവ് എന്നുള്ളതും നമുക്കറിയാം. പക്ഷെങ്കിൽ വണക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ സ്വർഗീയ പിതാവേ, ഏഴകളും പാപികളുമാവുന്ന ഞങ്ങൾ ഓരോരുത്തരും ും യുടെ ജീവിതത്തിലെ പുതിയ ദൈവിക അനുഗ്രഹങ്ങളും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതോടൊപ്പം വിശുദ്ധ കന്യകമറിയാമിൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ ഒന്ന് കഷ്ടതകളോട് നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ് അനേകരെ ആശ്വസിപ്പിക്കുന്ന, സൗഖ്യം കൊടുക്കുന്ന ഒരു മകനുണ്ടായിരുന്നിട്ടും അമ്മയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾക്കും ആകുലതകൾക്കും നൊമ്പരങ്ങൾക്കും ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഒരിടത്തു പോലും മാതാവ് പരിഭവപ്പെടുന്നതോ നിരാശപ്പെടുന്നതുമായ ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയില്ല. ചരിത്രത്തിൽ പോലും നമുക്ക് വായിക്കുവാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, കഷ്ടതകളോടുള്ള നല്ല ഒരു സമീപനം അത് അമ്മ നൽകുന്ന നല്ലൊരു മാതൃകയാണ്. ഈ പരിശുദ്ധമായ പെരുന്നാളിൽ അമ്മയെപ്പോലെ ദൈവത്തോടുള്ള നല്ല കാഴ്ചപ്പാട്, സമൂഹത്തോടുള്ള നല്ല കാഴ്ചപ്പാട്, കഷ്ടതകളോടുള്ള നല്ല ഒരു സമീപനം സൂക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പ്രിയമുള്ളവരെ, ഈ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അനേകം നൊമ്പരങ്ങൾ നമുക്കുണ്ട്. ആകുലതകളെ പറ്റി പറയുമ്പോൾ ആകുലതകളില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല എന്നുള്ളത് വാസ്തവമാണല്ലോ. മാതാപിതാക്കന്മാരോട് ചോദിച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആകുലതകൾ മക്കളെ കുറിച്ചാണ്. മക്കളുടെ തുടർന്നുള്ള പഠനങ്ങൾ, അവരുടെ ഭാവി ജീവിതം, അവർ ഏർപ്പെടുന്ന മേഖലകൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ ജീവിത ശൈലികളൊക്കെ എല്ലാ മാതാപിതാക്കന്മാർക്കും അനേകം വലിയ നൊമ്പരങ്ങൾ ഉളവാക്കുന്നുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ അനേകം ആകുലതകളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാതാപിതാക്കന്മാർക്ക് മാത്രമാണോ ആകുലതകളുള്ളത്? അല്ല, മക്കൾക്കും ആകുലതകളുണ്ട്. ചില മാതാപിതാക്കന്മാർ മക്കളെ പറ്റി ആലോചിക്കുവാനോ അവരോടൊപ്പം ഇരിക്കുവാനോ അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കേൾക്കാനോ അവരോടൊപ്പം ആയിരിക്കുവാനോ കഴിയാതെ പോകുമ്പോൾ, ഒരേപോലെ മക്കളെ സ്നേഹിക്കാൻ കഴിയാതെ പോകുമ്പോൾ, മറ്റു പലതിനും പുറകെ പോയി മക്കളെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് നടുവിൽ നാം ജീവിക്കുമ്പോൾ മക്കൾക്കും ആകുലതകളുണ്ട്. അവരുടെ പഠന കാര്യങ്ങൾ, മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലെ സ്വരച്ചേഴ്ചകൾ ഒക്കെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിലും ചില നൊമ്പരങ്ങളുണ്ട്, ആകുലതകളുണ്ട്. അവിടെ കൊണ്ട് ആകുലതകൾ അവസാനിച്ചോ? നമ്മുടെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ആകുലതകളുണ്ട്.
പണ്ട് ക്യാൻസർ പോലെയും അല്ലെങ്കിൽ മാരകമായ മറ്റു രോഗങ്ങളെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ വ്യാപ്തി അറിഞ്ഞിട്ടുള്ളവർക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തികമായ എല്ലാ നെടുന്തൂണും തകർത്തുകൊണ്ടാണ് അത്തരം രോഗങ്ങൾ ചില ആളുകൾ സഹിക്കേണ്ടി വരുന്നത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുമ്പോഴും കൊറോണ പോലെയുള്ള മാരകമായ രോഗങ്ങൾ നമ്മെ തേടി വരികയാണ്. നാളെ പേര് കണ്ടുപിടിച്ചിട്ടില്ലാത്ത, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ചില രോഗങ്ങൾ ഒരുപക്ഷെ നമ്മെ കാത്തിരിക്കുന്നുണ്ടാവാം. പ്രിയമുള്ളവരെ, ആരോഗ്യത്തെ പറ്റി ഓർക്കുമ്പോൾ അനേകം ആകുലതകൾ നമുക്കുണ്ട്. സമ്പത്തിനെ പറ്റി ഓർക്കുമ്പോഴും നമുക്ക് ആകുലതകളുണ്ട്. ജോലികളെ പറ്റി ഓർക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ സമാധാനമായും സ്വസ്ഥമായും ജോലി ചെയ്തുകൊണ്ടിരുന്ന അനേകം ആളുകൾക്ക്, പ്രത്യേകിച്ച് മരുഭൂമി യാത്രയുടെ നടുവിലും അവർക്ക് അനേകം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് അനേകം നാളുകളായി കഷ്ടപ്പെട്ടിട്ടും ശമ്പളം ലഭിക്കാതെ ഇരിക്കുന്ന അനുഭവങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, സാമ്പത്തികമായ ഭദ്രതയെ പറ്റി ചിന്തിക്കുമ്പോഴും നമുക്ക് വലിയ പ്രയാസങ്ങളും ആകുലതകളും നൊമ്പരങ്ങളും ഉണ്ട്. പ്രിയമുള്ളവരെ, ബാങ്ക് ബാലൻസ് ഉള്ളവന്റെ അവസ്ഥ അത്ര നൊമ്പരമുള്ളതാണെങ്കിൽ നാളേക്ക് കഞ്ഞി വയ്ക്കുവാൻ അരിയില്ലാത്ത അനേകം പാവപ്പെട്ടവന്റെ നൊമ്പരം അതിനേക്കാൾ വലുതാണ് എന്നുള്ളതും മാറ്റിവെക്കുന്നില്ല, മറച്ചു വയ്ക്കുന്നില്ല. സമ്പത്തിനെ പറ്റി ഓർക്കുമ്പോഴും നമുക്ക് ആകുലതകളുണ്ട്. ഏതു മേഖലകളിലാണ് ആകുലതകളില്ലാത്തത്? എന്നെ കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ അനേകം ആകുലതകൾ ഓടി എത്തുന്നുണ്ടാവാം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് ഈ കാലഘട്ടത്തിന്റെ മാത്രം പ്രത്യേകതയാണോ ഈ ആകുലതകൾ, നൊമ്പരങ്ങൾ, നാളെയെ പറ്റിയുള്ള ചിന്തകൾ? നമ്മുടെ പിതാക്കന്മാർക്ക് ആകുലതകൾ ഉണ്ടായിരുന്നോ? നൊമ്പരങ്ങൾ ഉണ്ടായിരുന്നോ? നമ്മളെ അത്രയും ആകുലതകൾ ഇല്ല എന്ന് പറയുന്നവരുണ്ടാവാം. പക്ഷെങ്കിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുകയും, നാളെ കഞ്ഞി വയ്ക്കുവാൻ അരിപ്പെട്ടിയിൽ അരിയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നൊമ്പരപ്പെട്ട, ആകുലപ്പെട്ട നമ്മുടെ അമ്മച്ചിമാരുണ്ടായിരുന്നു. പട്ടിണിയുടെ നടുവിലും മുണ്ടുമുറുക്കി ഉടുത്ത് കിടന്ന അപ്പന്മാരുടെ അനുഭവങ്ങൾ ഒരുപക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന പലർക്കും അറിയാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ നൊമ്പരങ്ങളുണ്ട്. മഴ പെയ്ത് ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഉറങ്ങാതെ ഇരുന്ന മക്കളെ നനയാത്തിടത്തേക്ക്, ചോരാത്തിടത്തേക്ക് മാറ്റി കിടത്തിയിരുന്ന അമ്മച്ചിമാരുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആകുലതകൾ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെയും ഉണ്ടാവാം. പക്ഷെങ്കിൽ ആകുലതകളെ അതിജീവിക്കുവാൻ ഓരോരുത്തരും കണ്ടെത്തുന്ന ഓരോ മാർഗങ്ങളാണ് പലപ്പോഴും വേദനപ്പെടുത്തുന്നത്. പണ്ടുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും ആകുലതകളെ അതിജീവിച്ചത് ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നു. ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റു പല സന്തോഷത്തിന്റെയും പുറകിൽ പോയി ആകുലതകളെ മറക്കുവാൻ ശ്രമം നടത്തുന്നു എന്നു മാത്രമാണ്. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ അനേകം ഉദാഹരണങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ ശക്തീകരിക്കുന്ന അനേകം വാക്യങ്ങളുണ്ട്. എങ്ങനെ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, നാളെയെ പറ്റിയുള്ള ആകുലതകൾ, മക്കളെ പറ്റിയുള്ള നൊമ്പരങ്ങൾ, ജീവിതത്തിലെ രോഗങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ മാറ്റി വരയ്ക്കണമെന്ന് വേദപുസ്തകം തക്കതായ മറുപടിയും ഉദാഹരണവും നമുക്ക് തരുന്നുണ്ട്. അവയിൽ ശക്തി പ്രാപിക്കുവാൻ നമ്മുടെ പിതാക്കന്മാരെ പോലെ നമുക്കും കഴിയുമ്പോൾ ഈ കൊറോണ കാലവും നമുക്ക് അതിജീവിക്കുവാനായിട്ട് ഇടയാകും. ഈ പെരുന്നാള് അർത്ഥവത്തായി നമ്മുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമായി തീരുകയും ചെയ്യും. ഈ രാത്രികാലം നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്ന വേദഭാഗം യോശുവ ദീർഘദർശിയുടെ പുസ്തകം 1-ാം അധ്യായമാണ്. ഈ അധ്യായത്തിന്റെ സന്ദർഭവും സാഹചര്യവും ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കാം. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് യാത്രയാകുമ്പോൾ ദൈവം അതിനുവേണ്ടി ശക്തനായ ഒരു നേതാവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. വിക്കനും തടിച്ച നാവുള്ളവനുമായ മോശയെ ദൈവം ശക്തീകരിച്ചു. ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ തക്കവണ്ണം അവനെ ശക്തനാക്കി. പിന്നീട് മരുഭൂമിയിൽ കൂടിയൊക്കെയും യാത്ര ചെയ്ത്
വാഗ്ദത്ത നാട് ദൂരെ നിന്ന് കണ്ടു. മോശ തന്റെ പിതാക്കന്മാരോട് ചേർന്നു. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനതയെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ നേതാവായിരുന്നു യോശുവ ദീർഘദർശി. ദൈവം വലിയ നിയോഗം കൊടുക്കുമ്പോൾ യോശുവ ദീർഘദർശിയുടെ നെഞ്ചിനുള്ളിൽ ആകുലതകളുടെ വേലിയേറ്റമായിരുന്നു. ആ വലിയ ആകുലതകളുടെ നടുവിൽ, പ്രാർത്ഥനയുടെ നടുവിൽ, നൊമ്പരത്തിന്റെ നടുവിൽ യോശുവ ദീർഘദർശി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ദൈവം അവനോട് സംഭാഷിക്കുന്ന ഒരു വേദഭാഗമാണ് യോശുവ ദീർഘദർശിയുടെ പുസ്തകം 1-ാം അധ്യായം. ആ അധ്യായത്തിൽ യോശുവ ദീർഘദർശിയുടെ ആകുലത ഇതാണ്: ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ, മോശയെ പോലെ നയിക്കുവാൻ എനിക്ക് കഴിയുമോ എന്നുള്ള വലിയ ആകുലത. രണ്ടാമത്തെ ആകുലത, ഈ വലിയ ജനത ഇന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ജനതയായിരിക്കുന്നു. ഇവരെ വാഗ്ദത്ത നാട് വരെ കൊണ്ടെത്തിക്കണം. ഈ ജനതയ്ക്ക്, ഇസ്രായേൽ ജനതയ്ക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണായി ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുവാൻ അവരെ ഒരുക്കണം. ഒപ്പം പാറയിൽ നിന്ന് തെളിനീര് കൊടുക്കണം, മന്നയും കാടപക്ഷിയും കൊടുക്കണം, വഴി നടത്തണം. അനേകം പ്രതിസന്ധികൾ, ആകുലതകൾ യോശുവയുടെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. മറ്റൊരു വലിയ ആകുലത, ആ കാലഘട്ടത്ത് മനുഷ്യന് തകർക്കുവാൻ കഴിയാത്ത, അസാധ്യമായി കടക്കുവാൻ കഴിയാത്ത വലിയൊരു തടസ്സം എരിഹോ മതിലുണ്ട്. ആ എരിഹോ മതിലും തകർത്തു വേണം ഇസ്രായേൽ ജനതയ്ക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് എത്തുവാൻ. അവിടെയും പ്രതിസന്ധി തീരുന്നില്ല. ദൈവത്തെ അറിയാത്ത മല്ലന്മാരായ ഒരു വലിയ കൂട്ടം ജനത അന്ന് കനാന്യർ വാഗ്ദത്ത നാട്ടിൽ ജീവിക്കുന്നു. തനി മലയാളത്തിൽ പറഞ്ഞാൽ അവരെ കൂടി ഒതുക്കിയിട്ട് ഇസ്രായേൽ ജനതയ്ക്ക് സ്വസ്ഥമായി വാഗ്ദത്ത നാട്ടിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെയും ഓർക്കുമ്പോൾ യോശുവ ദീർഘദർശിയുടെ മനസ്സിൽ ആകുലതകളാണ്. ആ ആകുലതകളുടെ നടുവിൽ ദൈവം ഇടപെട്ട് യോശുവ ദീർഘദർശിയോട് സംസാരിക്കുന്ന ഒരു വാക്യമാണ് എനിക്ക് നിങ്ങളോട് ഈ രാത്രികാലം ഓർപ്പിക്കാനുള്ളത്. മറ്റൊന്നുമല്ല, നമുക്കും സുപരിചിതമായ ഒരു വേദഭാഗ്യം. യോശുവ, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. യഹോവയായ ദൈവം നേരിട്ട് യോശുവ ദീർഘദർശിയോട് പറഞ്ഞ വാക്യം, യോശുവ മകനെ, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഈ അധ്യായത്തിൽ, യോശുവ ദീർഘദർശിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 4 തവണയാണ് യഹോവയായ ദൈവം ഈ വാക്യം പറയുന്നത്. 4 പ്രാവശ്യവും യഹോവയായ ദൈവം ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് പറയുമ്പോൾ 4 സംഗതികൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യോശുവ ദീർഘദർശിയോട് അത് പറയുന്നത്. ഒന്നാമതായി, യഹോവയായ ദൈവം യോശുവ ദീർഘദർശിയോട് പറയുന്ന വാക്യം 5ഉം 6ഉം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. യോശുവ ദീർഘദർശിയുടെ പുസ്തകം 1-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ: നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ നിന്റെ കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, യോശുവ ദീർഘദർശിയുടെ ആകുലതയുടെ നടുവിൽ യഹോവയായ ദൈവം യോശുവ ദീർഘദർശിയോട് പറയാണ്, യോശുവ മകനെ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പിന്നെന്തു പറഞ്ഞു? ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. മോശയോടുകൂടി ഇരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. യോശുവ ദീർഘദർശിക്ക് കൊടുത്ത വലിയ ഉറപ്പാണ്. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. യഹോവയായ ദൈവം പറഞ്ഞു, യോശുവ നീ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും. എങ്ങനെയായിരുന്നു യഹോവയായ ദൈവം മോശയോടുകൂടി ഇരുന്നത് എന്നുള്ളത് നമുക്ക് സുപരിചിതമാണ്. ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുമ്പോൾ ഇസ്രായേൽ ജനതയുടെ കൂടെ ഇരുന്ന ഒരു ദൈവം, ചെങ്കടലിനെ ഉണക്കി നിലമാക്കി മാറ്റി ഇസ്രായേൽ ജനതയെ അതിൽ കൂടി നടത്തിയപ്പോൾ കൂടെ ഇരുന്ന ഒരു ദൈവം, പകൽ മേഘസ്തംഭം രാത്രി അഗ്നിതൂണായി കൂടെ ഇരുന്ന ദൈവം, ഒരു സാധ്യതകളുമില്ലാത്ത മരുഭൂമിയിൽ മന്നയും കാടപക്ഷിയും കൊടുത്ത് വിശപ്പ് മാറ്റിയ, പാറയിൽ നിന്ന് തെളിനീര് കൊടുത്ത സർവശക്തനായ ദൈവം,
വലിയ ബാധയുടെ നടുവിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി രക്ഷയുടെയും ജീവന്റെയും അനുഭവം കൊടുത്ത ഒരു ദൈവം, അവിടെ മോശയോടുകൂടെ ഇരുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, അത് ഇസ്രായേൽ ജനതയ്ക്ക് സുപരിചിതമാണ്. അതുകൊണ്ടാണ് യഹോവയായ ദൈവം യോശുവ ദീർഘദർശിയോട് പറഞ്ഞത്, യോശുവ മകനെ, നീ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, നിന്റെ ആകുലതകളെ ഓർത്ത് നീ നൊമ്പരപ്പെടേണ്ട. ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും. ഈ രാത്രികാലം ഈ വാക്യം നമ്മെയും ബലപ്പെടുത്തുകയാണ്. മകനെ, മകളെ, നിന്റെ ആകുലതകൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ നൊമ്പരങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെങ്കിൽ മോശയോടുകൂടി ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മളത് താരതമ്യപ്പെടുത്തി പറഞ്ഞാൽ ദൈവം നമ്മോട് പറയാണ്, മകനെ, മകളെ, നീ ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട, നിന്റെ മുമ്പാകെ നടന്നവന്റെ കൂടെ ഞാൻ ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ യോശുവയോട് പറഞ്ഞു, നിന്റെ മുമ്പേ നടന്നവൻ ആരാണ്? മോശ. ദൈവം നമ്മോട് പറയാണ്, മകനെ, മകളെ, നിന്റെ മുമ്പാ നടന്നവർ എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പന്റെയും നിന്റെ പിതാക്കന്മാരുടെയും മാതാക്കളുടെയും കൂടെ ഇരുന്ന ഒരു ദൈവം. ആ ദൈവം നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഞാൻ അതിൻ്റെ ഈ പ്രസംഗത്തിന്റെ പ്രാരംഭത്തിൽ ഓർപ്പിച്ചുവല്ലോ, നമ്മുടെ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ജീവിതകാലം ഓർമ്മയുള്ളവർക്ക് ദൈവം നടത്തുന്ന വിധങ്ങളെ പറ്റി കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചില ആളുകളൊക്കെ പറയും, കൊറോണ കാലം കഴിയുമ്പോൾ പള്ളിയിൽ ആളില്ല, ആളുണ്ടാവില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം കഴിഞ്ഞ നാളുകളിലെ ആത്മീയ ജീവിതത്തിൽ നിന്ന് കരുത്തു പ്രാപിച്ചവർ, പ്രതിസന്ധികളെ, ആകുലതകളെ അതിജീവിക്കുവാൻ കരുത്തു പ്രാപിച്ചവരുണ്ടെങ്കിൽ അവർ ദൈവസന്നിധിയിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവുമില്ല. അത് പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ഇല്ലായ്മകളിൽ, നൊമ്പരങ്ങളിൽ, എൻ്റെ അപ്പന്റെയും അമ്മയുടെയും നൊമ്പരങ്ങളിൽ, അവരുടെ പ്രതിസന്ധികളിൽ കൂടെയിരുന്ന ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാകുലപ്പെടണം? ഞാൻ എന്തിനു നൊമ്പരപ്പെടണം? പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ ഉറപ്പാണ്, നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നത് പോലെ നമ്മോട് കൂടെയും ഇരിക്കും. എങ്ങനെയായിരുന്നു പിതാക്കന്മാർ ആകുലതകളെ അതിജീവിക്കുവാൻ ദൈവത്തെ മുറുകെ പിടിച്ചത്? ഞാൻ എൻ്റെ അമ്മച്ചിയെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്, ഞാൻ ഇടവങ്കാട് സെന്റ് മേരീസ് ഓക്രോസ് ഇടവക അംഗമാണെങ്കിലും ആല സെന്റ് ജോർജ് ഇടവകയുടെ അടുത്താണ് താമസിക്കുന്നത്. ഞങ്ങൾക്കൊക്കെയും ആ ദേശത്തുള്ളവർക്കൊക്കെയും ഈ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ആല സെന്റ് ജോർജ് പള്ളിയിൽ വലിയ വിശ്വാസമാണ്. അപ്പോൾ വീടിന്റെ മുറ്റത്തുകൂടി ഒരു പാമ്പ് എഴഞ്ഞു പോകുമ്പോഴും അമ്മച്ചി അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗീവർഗീസ് സഹദായ്ക്ക് വല്ല നേർച്ച കൊടുത്തിട്ട് നിവർത്തിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അമ്മച്ചി അവിടെ നിന്ന് ഒരു നേർച്ച പറയും, ഈ പാമ്പ് ഇഴഞ്ഞ് അതിന്റെ പാട്ടിന് പോകും. പ്രിയമുള്ളവരെ, പണ്ടത്തെ ആളുകൾ ജീവിതത്തിൽ നൊമ്പരങ്ങളും പ്രയാസങ്ങളും ആകുലതകളും ഒക്കെ വരുമ്പോൾ അവർ ദൈവത്തിന് നേർച്ച നേരുമായിരുന്നു. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന് അവസാനമായി ഒരു നേർച്ച നേർന്നത് എന്നാവാം? ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന മുതിർന്നവർക്ക് അത് സുപരിചിതമായിരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ മക്കൾക്ക് എത്രമാത്രം ഈ നേർച്ച നേരുന്ന അനുഭവം അറിയാം എന്നുള്ളത് ശാന്തമായി ചിന്തിച്ചു നോക്കുകയും. പണ്ടത്തെ നാളുകളിൽ ഒരു ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ, മക്കളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ജീവിതത്തിൽ എന്ത് സന്തോഷം വന്നാലും ഏത് ആകുലത വന്നാലും നേർച്ച നേരുന്ന ചില അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഉണ്ടായിരുന്നു. അവര് പ്രതിസന്ധികളെ അതിജീവിച്ചത് അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ തലമുറയ്ക്ക് ആ അനുഭവങ്ങളൊക്കെ അന്യമായി പോയി എന്നുള്ളത് വാസ്തവമാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രതിസന്ധികളിലും ആകുലതകളിലും പിതാക്കന്മാരെ പോലെ നേർച്ച നേരുന്ന, ദൈവത്തെ മുറുകെ പിടിക്കുന്ന അനുഭവങ്ങൾ നമുക്കും ഉണ്ടാവണം. നമുക്കറിയാം, അത് നമ്മുടെ മക്കളിലേക്കും പകർന്നു കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതവും കരുത്തു പ്രാപിക്കുന്നത്. അപ്പനൊന്ന് വഴക്ക് പറഞ്ഞാൽ, അമ്മയൊന്ന് അടിച്ചാൽ, ടീച്ചർ ഒരു എംബോസിഷൻ കൊടുത്താൽ, കൂട്ടുകാരൊന്ന് കളിയാക്കിയാൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്ന പുതിയ തലമുറയെ നാം വാർത്തുണ്ടാക്കുകയാണ്. പ്രിയമുള്ളവരെ,
അവരുടെ നൊമ്പരങ്ങളിലും പ്രതിസന്ധികളിലും ആകുലതകളിലും മകനെ മകളെ നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുവാൻ കഴിയുന്ന നമുക്ക് കഴിയുന്നുവെങ്കിൽ അവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്താണ്. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതം ശക്തി പ്രാപിക്കുമ്പോൾ യോശുവ ദീർഘദർശിയെ ദൈവം ശക്തീകരിച്ചതുപോലെ നമ്മെയും ശക്തീകരിക്കും. മകനെ മകളെ ഭാരപ്പെടേണ്ട. മക്കളെ പറ്റിയുള്ള ആകുലതകളുടെ നടുവിൽ, നാളെ പറ്റിയുള്ള ചിന്തകളുടെ നടുവിൽ, ജോലിയെ പറ്റിയുള്ള ഭാരത്തിന് നടുവിൽ, എല്ലാ ആകുലതകളുടെയും നടുവിൽ ദൈവം നമ്മളോട് മന്ത്രിക്കും, മകനെ മകളെ നീ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്റെ കൂടെയും ഇരിക്കും. നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരുന്നാലും എന്ന് ദൈവം നമ്മെ ശക്തീകരിക്കുകയാണ്. രണ്ടാമതായി യോശുവ ദീർഘദർശിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യം അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ഞാൻ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമാകേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, രണ്ടാമതായി യഹോവയായ ദൈവം പറഞ്ഞു, യോശുവ മകനെ, നീ ആകുലതകളിൽ മുങ്ങിയിരിക്കുകയാണെങ്കിലും ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിനക്ക് തന്ന ഒരു ന്യായപ്രമാണമുണ്ടല്ലോ, ആ ന്യായപ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. അത് പാലിക്കുന്ന കാര്യത്തിൽ നിനക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടാവണം. അപ്പോൾ നീ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കരുത്തു പ്രാപിക്കും. ആകുലതകളെ എങ്ങനെ അതിജീവിക്കാം എന്ന് ചോദിച്ചാൽ സാക്ഷാൽ യഹോവയായ ദൈവം തന്നെ പറയുകയാണ്, ന്യായപ്രമാണത്തെ, ദൈവവചനത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ ഉറപ്പും ധൈര്യവും ഉണ്ടോ, നീ ആകുലതകളെ അതിജീവിക്കും. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ദൈവവചനം പാലിക്കുന്നവരായി ഉറപ്പും ധൈര്യവുമുള്ളവരായി നാം മാറുന്നത്? അതിന് ഒന്നാമതായി തിരുവചനത്തിൽ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ പറ്റി ഒരു ബോധ്യം വേണം. എന്നാലല്ലേ അതനുസരിച്ച് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, വേദപുസ്തകം രാവുകൾ ധ്യാനിക്കുന്നവന് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വലിയ കരുത്താണ്. എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തെ പറ്റി, അതിൻ്റെ വായനകളെ പറ്റിയൊക്കെ പറയുമ്പോൾ പലപ്പോഴും പ്രാർത്ഥനാ കൂട്ടത്തിലൊക്കെ ചെന്ന് നമ്മുടെ മക്കളോട് വേദപുസ്തകം വായിക്കാൻ പറയുമ്പോൾ അവർ പെട്ടെന്ന് പറയും, അച്ഛാ ഇത് മലയാളം വേദപുസ്തകമാണ്, എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ വായിക്കാൻ അറിയത്തുള്ളൂ എന്ന് പറയും. ചിലർ വായിച്ചാൽ അവര് സങ്കീർത്തനം മാത്രം വായിക്കും. നമ്മുടെ മക്കളുടെ അവസ്ഥ അതാണ്. ഒരുപക്ഷെങ്കിൽ പ്രായത്തിൽ മുതിർന്നു വരുമ്പോഴും നമ്മുടെ വായനകൾ പലപ്പോഴും സങ്കീർത്തനങ്ങളും സുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒതുങ്ങിപ്പോവുകയാണ്. എന്നാൽ വേദപുസ്തകത്തിന്റെ പഴയ നിയമ താളുകൾ, അത് വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് തരുന്ന കരുത്തുകളും വലിയ അനേകം അറിവുകളും ആഴങ്ങളും നമുക്ക് തരുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, വേദപുസ്തകം പഴയ നിയമം പുതിയ നിയമം എന്ന വേർതിരിവില്ലാതെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാൻ കഴിയുമ്പോൾ അനേകം പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഉത്തരം വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. ഒരു പക്ഷെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ആയുഷ്കാലം 70, ഏറിയാൽ 80 എന്നാണല്ലോ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ധന്യ മാതാവേ എന്ന പ്രാർത്ഥനയുടെ പാട്ടിന്റെ തുടർന്നുള്ള ഈരടികൾ നാം പാടുന്നത് പോലെ വാതുക്കൽ നീതി പേരേടും പേറി കാവൽ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നാം ഓരോരുത്തരും വരുമ്പോൾ ആ ജീവന്റെ പുസ്തകം തുറന്ന് എന്റെയും നിങ്ങളുടെയും താളുകൾ അതെടുത്ത് തുറന്ന് കണക്കുകൾ പരിശോധിക്കും. ആ സമയത്ത് ദൈവം തമ്പുരാൻ പലതും നമ്മളോട് ചോദിച്ചേക്കാം. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ആ നിമിഷം ചോദിച്ചാലോ, നീ 70 വർഷക്കാലം അല്ലെങ്കിൽ 80 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു, മക്കളെയും കൊച്ചുമക്കളെയും കണ്ടു, അനേകം സൗഭാഗ്യങ്ങൾ കൂടി കടന്നുപോയി. ഈ 80 വർഷം കാലം കഴിഞ്ഞിട്ടും ദൈവത്തിന്റെ വചനമാവുന്ന ന്യായപ്രമാണമാവുന്ന ഈ വേദപുസ്തകം
ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ വായിച്ച് പൂർത്തീകരിക്കുവാൻ, ധ്യാനിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അനേകം പ്രാവശ്യം വായിച്ചു എന്ന് ഉത്തരം പറയുവാനുള്ളവർ എനിക്ക് മുമ്പിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയും കൂർത്തമല ഞാൻ നേരത്തെ ഇരുന്ന ഇടവകയിൽ ഒരു അമ്മച്ചിയെ വിളിച്ചിട്ട് ആ അമ്മച്ചി 25 പ്രാവശ്യം വേദപുസ്തകം വായിച്ച ആ വലിയ കാര്യം എന്നോട് പറയുവാൻ ഇടയായി. വളരെയധികം സന്തോഷം. കാരണം ഞാൻ ഇടവകയുടെ ചുമതലയിലിരിക്കുമ്പോൾ അമ്മച്ചി പല പ്രാവശ്യം വേദപുസ്തകം വായിച്ച കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു, അമ്മച്ചി നിർത്തരുത്, ഇനിയും വായിച്ചുകൊണ്ടിരിക്കണം. വളരെയധികം സന്തോഷമുള്ള അനുഭവങ്ങളാണ്. വേദപുസ്തകം വായിച്ചു തീർത്തു എന്ന് പറയുവാൻ വേണ്ടിയല്ല, ഒരു പക്ഷെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വേദപുസ്തകം വായിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാവാം. ഒരറ്റത്ത് നിന്ന് വായിക്കണം. മനസ്സിനെ സ്പർശിക്കുന്ന വാക്യങ്ങളൊക്കെയും വരയിടണം. ആദ്യത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വരയിടാം. 2-3 പ്രാവശ്യങ്ങളിലേക്ക് നമ്മുടെ വായനകൾ നീങ്ങുമ്പോൾ വേദപുസ്തകത്തിൽ പിന്നെ വരയ്ക്കാൻ സ്ഥലമില്ലാതെ വരും. അത്രയ്ക്ക് അനേകം അനുഭവങ്ങളെ നൽകുന്ന വാക്യങ്ങളാണ്, ഇരുവായ്ത്തലയുള്ള വചനങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി നമ്മെ ശക്തീകരിക്കുന്നത്. ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ, ആദ്യ വർഷം പഠിക്കുമ്പോൾ, ഞങ്ങളുടെ ഒക്കെയും ഗുരുനാഥനായ മലങ്കര സഭയുടെ സ്വർണ്ണനാവുകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന TJ ജോഷുവാച്ചന്റെ സഹധർമ്മിണി ഒരു വാഹന അപകടത്തിൽ ഇഹലോകവാസം വെടിഞ്ഞു. ആ സംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് TJ ജോഷുവാച്ചൻ എല്ലാവർക്കും നന്ദി പറയുവാൻ കോട്ടയം പള്ളംപള്ളിയുടെ നമസ്കാരമേശയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അച്ഛൻ പറഞ്ഞു, ഈ കൊച്ചമ്മയെ പറ്റി ഒരു സാക്ഷ്യം പറഞ്ഞു. മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പ് അച്ഛൻ കൊച്ചമ്മയുടെ അടുക്കൽ ചെന്നിട്ട് എന്തോ കാര്യത്തിന് അന്വേഷിക്കുമ്പോൾ കൊച്ചമ്മ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, എത്ര പ്രാവശ്യം ഈ വേദപുസ്തകം വായിച്ചിട്ടുണ്ടാവും? 25 പ്രാവശ്യത്തിലധികം വായിച്ചു എന്ന് കൊച്ചമ്മ ഉത്തരം പറഞ്ഞു. ആ സാക്ഷ്യമാണ് അച്ഛൻ അന്നോട് ഓർമ്മിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ലോകം അറിയപ്പെടുന്ന TJ ജോഷുവാച്ചന്റെ കൊച്ചമ്മ 25 പ്രാവശ്യം വേദപുസ്തകം വായിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ അതിൽ അത്ഭുതം തോന്നാത്തവരുണ്ടാകാം. പക്ഷെങ്കിൽ ഒരു ബാലികയായിരിക്കുന്ന നാൾ മുതൽ കുടുംബിനിയായി, തിരക്കേറിയ ഡോക്ടറായി, അനേകം ഔദ്യോഗികമായ ചുമതലകളുടെ നടുവിലും തുടർച്ചയായി വേദപുസ്തകം ദിനചര്യ പോലെ വായിക്കുന്ന ഒരു ജീവിതാനുഭവം ആ കൊച്ചമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഇതേപോലെ വേദപുസ്തകം വായിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് നമുക്ക് കഴിയണം. അനേകം വാക്യങ്ങൾ, അനേകം ജീവിതാനുഭവങ്ങൾ നമുക്ക് അനേകം ശക്തി പകരുന്ന നല്ല അനുഭവങ്ങളായി നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് കിട്ടും. അനേകം ജീവിതാനുഭവങ്ങളുണ്ട്. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹം പ്രാപിച്ചവരുണ്ട്. ദൈവത്തോട് കൂടെ നടന്നവരുണ്ട്. സമ്പത്തിന് പുറകെ പോയിട്ട് ജീവിതം നഷ്ടമായവരുണ്ട്. പ്രതിസന്ധികളുടെയും ആകുലതകളുടെയും നടുവിൽ തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ദൂതൻ കൂടെ നടന്നവരുടെ അനുഭവമുണ്ട്. സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടപ്പോഴും സിംഹത്തിനെ വായടച്ചു കളഞ്ഞ ദൈവത്തിന്റെ ശക്തിയെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗങ്ങളുണ്ട്. അതേപോലെ ഇയ്യോബിന്റെ ജീവിതങ്ങൾ, അനേകം ജീവിതാനുഭവങ്ങൾ നമുക്ക് വലിയ ശക്തിയും കരുത്തും പകരും വിശുദ്ധ വേദപുസ്തകത്തിന്റെ ധ്യാനത്തിൽ കൂടി. പ്രിയമുള്ളവരെ, വേദപുസ്തകം ധ്യാനിക്കണം. അതിൻ പ്രകാരം അതനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ ലോകത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നാം കരുത്തും ശക്തിയും പ്രാപിക്കും എന്നുള്ളതാണ് യഹോവയായ ദൈവം യോശുവ ദീർഘദർശിയിൽ കൂടി നമ്മയും ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായി യഹോവയായ ദൈവം യോശുവ ദീർഘദർശിയോട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. യോശുവ ദീർഘദർശിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. യോശുവ ദീർഘദർശിയുടെ നൊമ്പരങ്ങളിൽ യഹോവയായ ദൈവം 3-ാം തവണ ഇടപെടുകയാണ്. അവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: യോശുവ, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം.
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യോശുവ ദീർഘദർശിക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ ഉറപ്പാണ്. ഈ ഉറപ്പ് നമ്മോടും ഈ രാത്രിയിലും കഴിഞ്ഞ നാളുകളിലും ദൈവം നമ്മളോട് മന്ത്രിക്കുന്നുണ്ട്. മകനെ, മകളെ, നീ ആകുലപ്പെടുമ്പോൾ, നൊമ്പരപ്പെടുമ്പോൾ, നീ പോകുന്നിടത്തൊക്കെയും കൂടെയുള്ള ഒരു ദൈവം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുകയും എത്രമാത്രം ശക്തി പകരുന്ന ഒരു വാക്യമാണ്. ഞാനും നിങ്ങളും പോകുന്ന വഴികളിലൊക്കെയും നമ്മോടുകൂടെ ഒരു ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ആകുലതകളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ലേ? ആകുലതകളെ മറക്കുവാൻ, നൊമ്പരങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ലേ? വലിയ സന്തോഷമുള്ള കാര്യം. വേദപുസ്തകത്തിൽ അനേകം വാക്യങ്ങൾ നമ്മെ ശക്തീകരിക്കുന്നുണ്ട്. ഇതിന് സമാനമായ വാക്യങ്ങൾ. ഞാൻ നിന്നെ എൻ്റെ ഭുജങ്ങളിൽ വഹിക്കും, അല്ലെ? നിന്റെ തലയിൽ ഒരു രോമം പോലും കൊഴിയുന്നുവെങ്കിൽ അത് ഞാൻ അറിയുന്നു എന്ന് പറയുന്ന ആ ദൈവവചനങ്ങളൊക്കെയും എത്രമാത്രം നമുക്ക് ശക്തിയും കരുത്തും പകരുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ഓർമ്മിക്കുന്ന വാക്യങ്ങൾ ഒക്കെയും കൂടുതൽ ബലം നൽകുന്നത് ഒന്നുകൂടി ഉണ്ട്. ക്രിസ്തുമസിന്റെ നാളുകളിൽ നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഞാനും നിങ്ങളും മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ പേരെന്താണ്? ഇമ്മാനുവേൽ, അവൻ എൻ്റെ കൂടെ ഉള്ളവൻ എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ ഓർമ്മിപ്പിക്കുന്നതും ശക്തീകരിക്കുന്നതും അതുതന്നെയാണ്. തൻ്റെ കരുണയാൽ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച പിതാവായ ദൈവം നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവത്താൽ ലോകത്തെ മുഴുവൻ വീണ്ടെടുത്ത പുത്രനായ ദൈവം നമ്മോടുകൂടെയുണ്ട്. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കി തയ്ക്കുന്ന ജീവനുള്ള വിശുദ്ധ റൂഹായും നമ്മോടുകൂടെയുണ്ട്. അതുകൊണ്ടാണ് പിതാക്കന്മാർക്ക് കഴിഞ്ഞ നാളുകളിൽ നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ദേവാലയത്തിൽ വന്ന് ആത്മാർത്ഥമായി ആരാധനയിൽ പങ്കുചേരുമ്പോൾ പട്ടക്കാരൻ ഓർപ്പിക്കുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് വലിയ ശക്തിയാണ്. പ്രിയമുള്ളവരെ, ആരാധനയോട് ഇഴുകിച്ചേരുവാൻ കഴിയുമ്പോൾ ഇത്തരം അനേകം ആശ്വാസങ്ങൾ കണ്ടെത്തുവാൻ ആരാധനയിൽ കൂടി നമുക്ക് സാധ്യമായി തീരും. അവിടെ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നീ വിളിക്കുന്ന ദൈവത്തിന്റെ പേര് അവൻ നിന്റെ കൂടെ ഉള്ളവൻ എന്നാണ്. ആരാധനയിൽ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ്. നീ വിളിക്കുമ്പോൾ നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. എത്ര സന്തോഷം നൽകുന്ന ഒന്നാണ്. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഇതിലും വലിയൊരു കരുത്ത് നമുക്ക് എന്താണ് വേണ്ടത്? പക്ഷെങ്കിൽ ഒരു നാണയത്തിന് രണ്ടു വശമുണ്ടല്ലോ. മറ്റേ വശത്തെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നന്നാവും. കർത്താവായ യേശു തമ്പുരാൻ തന്റെ അരുമ ശിഷ്യനോട് ചോദിച്ചതുപോലെ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കരുത്തുള്ള ഒരു ദൈവം കൂടെ ഉണ്ടാവുന്നത് സന്തോഷം നൽകുന്ന ഒന്നാണോ? ആണ് എന്ന് നിങ്ങൾ പറയും. വീണ്ടും ഒന്നുകൂടെ ചോദിക്കാം, ഒരു ദൈവം, ആ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാവുന്നത് സന്തോഷമാണോ? ആണ് എന്ന് നിങ്ങൾ പറയും. ആ വാക്യം തന്നെ ഒന്ന് തിരിച്ചു ചോദിച്ചേ. നിന്റെ കൂടെ ഉണ്ടാവുന്ന ദൈവം നിന്റെ ജീവിതത്തിന്റെ എന്തു നന്മ കണ്ടിട്ട് സന്തോഷിക്കണം? ഈ നോമ്പുകാലം മാത്രം ഒന്ന് എടുത്തു നോക്കിയേ. നമ്മുടെ ജീവിതത്തിന്റെ എന്തു നന്മ കണ്ടിട്ടാണ് ദൈവം എന്റെയും നിങ്ങളുടെയും കൂടെ ഇരിക്കേണ്ടത്? നമ്മുടെ സഹോദര സ്നേഹം, മറ്റുള്ളവരോടുള്ള കരുതൽ കണ്ടിട്ടോ? ജീവിതത്തിന്റെ എന്തു ശ്രേഷ്ഠത കണ്ടിട്ടാണ് ആ ദൈവം എന്റെയും നിങ്ങളുടെയും കൂടെ ഇരിക്കേണ്ടത്? വേദപുസ്തകം ഓർപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രതിസന്ധികളിൽ കൈയും കാലും ഇട്ട് അടിക്കുമ്പോൾ മാത്രമല്ല ദൈവ സാന്നിധ്യം വേണ്ടത്. വിശുദ്ധ മാമോദീസയുടെ റൂഷ്മേൽ കൂടെ മുദ്ര കുത്തി കൂടെ തരുന്ന ഒരു തിരുസാന്നിധ്യമുണ്ടല്ലോ. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ നിന്നെ അറിഞ്ഞ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടല്ലോ. അത് നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ വേണ്ടിയാണ് നോമ്പും പ്രാർത്ഥനയും ജാഗരണവും ഉപവാസവും ആരാധനയും ദാനധർമ്മങ്ങളും ഒക്കെ പിതാക്കന്മാര് കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നത്. ഇതൊന്നും മാറ്റി നിർത്തിയിട്ട് ഒരു തിരുസാന്നിധ്യം കൂടെ ഉണ്ടാകുമെന്ന് ആരും കരുതരുത്. അതുകൊണ്ട്
ആത്മീയ ജീവിതത്തിന് കരുത്തു പ്രാപിക്കുവാൻ നോമ്പും പ്രാർത്ഥനയും അതുപോലെ തന്നെ ജീവിതത്തിൽ മറ്റുള്ളവരെ കരുതുന്ന സാധുജന സംരക്ഷണവും ഒക്കെ ഉണ്ടാവണം. പ്രിയമുള്ളവരെ, പിതാക്കന്മാര് ദൈവ സാന്നിധ്യം കൂടെ നിന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ദൈവമാതാവിനും സഹദേന്മാർക്കും ഒക്കെ അവരുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കരുത്തു പ്രാപിക്കുവാൻ ഇടയായത്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു ജീവിതാനുഭവമുണ്ട്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് ജോലി ചെയ്യുമായിരുന്നു. അവിടെ വെച്ച് ഒരു വാഹന അപകടത്തിൽ ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്, നാട്ടിൽ സഹധർമ്മിണിയും മക്കളും ഒക്കെ ഉണ്ട്. ആ കുടുംബത്തിന്റെ വലിയ ആശ്വാസമായിരുന്ന സഹോദരൻ ഈ വാഹനാപകടത്തിൽ മരിച്ചതിനു ശേഷം ആ നാട് മുഴുവൻ വലിയ സങ്കടത്തിന്റെയും നൊമ്പരത്തിന്റെയും അനുഭവത്തിൽ കൂടി കടന്നു പോവുകയായിരുന്നു. വിദേശത്തുണ്ടായിരുന്ന നിങ്ങളെപ്പോലെയുള്ള അനേകം നല്ലവരായ മനുഷ്യരുടെ പ്രയത്നങ്ങളുടെ നടുവിൽ ജോലിയും സമ്പത്തും ഒക്കെ ജോലി മാറ്റിവെച്ച് സമ്പത്തുകളൊക്കെ ചെലവഴിച്ച് ആ ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ വിദേശത്തുണ്ടായിരുന്ന സഹോദരങ്ങളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടു. അങ്ങനെ ഭൗതിക ശരീരം തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നു. ആംബുലൻസിൽ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ അത് ഏറ്റുവാങ്ങി ഈ മരണമടഞ്ഞ സുഹൃത്തിന്റെ നാട്ടിലേക്ക് ആ ഭൗതിക ശരീരം കൊണ്ടുവന്നു. നേരെ കൊണ്ടുവന്നത് ഒരാശുപത്രിയിലാണ്, ഒരു ചെറിയ ആശുപത്രിയാണ്. അവിടെ വെച്ച് ഈ വിദേശത്തു നിന്നും ഭൗതിക ശരീരം കൊണ്ടുവരുന്ന പെട്ടി പൊട്ടിച്ച് അടക്കുവാനുള്ള പെട്ടിയിലേക്ക് മാറ്റണം. അവിടെ ചെന്നപ്പോൾ ഈ മാതാപിതാക്കന്മാരും ഈ സഹധർമ്മിണിയും മക്കളും ഒക്കെ അവിടെ ഉണ്ട്. അവർ എങ്ങനെയോ അറിഞ്ഞ് അവരും വന്നിട്ടുണ്ട്. ആശുപത്രി നിറച്ച് ആളുകളാണ്. ഈ പെട്ടി പൊട്ടിച്ച് ഭൗതിക ശരീരം മറ്റൊരു പെട്ടിയിലേക്ക് മാറ്റുമ്പോഴുണ്ടാകുന്ന വലിയ ദയനീയമായ അനുഭവം ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അവിടെ വെച്ച് എല്ലാവരെയും സമാധാനപ്പെടുത്തി ഭവനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരെയും വാഹനത്തിൽ കയറ്റി ഈ ഭൗതിക ശരീരം ഈ ആംബുലൻസിലേക്ക് കയറ്റുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ചില തടസ്സങ്ങളുണ്ട്. എന്താണെന്നറിയില്ല, ചില തടസ്സങ്ങൾ. അല്പം കൂടെ കഴിയട്ടെ എന്നൊക്കെ പറയുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ പെട്ടി പൊട്ടിച്ചതിന് ഒരു പടിയുണ്ട്. നിങ്ങൾക്കറിയാം, 5 or 6 സ്ക്രൂ പൊട്ടിച്ച് ഈ ഭൗതിക ശരീരം മാറ്റിയതിന് ഒരു പടി പ്രത്യേകമായിട്ട് കൊടുക്കണം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മകൻ നഷ്ടപ്പെട്ട അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീരിന്റെ മുമ്പിലും ഒരു ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നൊമ്പരത്തിന് നടുവിൽ ഒരു പിതാവ് നഷ്ടപ്പെട്ടതിന്റെ ആഴമറിയാതെ ഓടി നടക്കുന്ന 2 മക്കളുടെ മുമ്പിൽ ഒരു സമൂഹത്തിന്റെ വലിയ നൊമ്പരങ്ങളുടെ നടുവിലും ആര് ചത്താലും വേണ്ട, എന്റെ കീശ വീർക്കണമെന്ന് ഓർക്കുന്ന മലയാളിയുടെ ചില ജീവിതാനുഭവങ്ങളുടെ നടുവിൽ ഏതു ദൈവമാണ് എന്റെയും നിങ്ങളുടെയും കൂടെ ഇരിക്കേണ്ടത്? ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നിട്ടും ഒരു പിടി മണ്ണിനു വേണ്ടിയോ അല്പം സ്വത്തിനു വേണ്ടിയോ ഞാൻ ചത്താലും നീ എന്റെ വീട്ടിൽ കയറിയേക്കരുതെന്ന് പറയുന്ന സാഹോദര്യ സ്നേഹത്തിന്റെ നടുവിൽ ഏതു ദൈവമാണ് കൂടെ ഇരിക്കേണ്ടത്? വെട്ടിപ്പിടിക്കുവാനുള്ള ഓട്ടത്തിന് നടുവിൽ അതിരും മാന്തി അതിർത്തികൾ വിസ്തൃതമാക്കുമ്പോൾ ഏതു ദൈവമാണ് കൂടെ ഇരിക്കേണ്ടത്? ഒരുവൻ അർഹതപ്പെട്ടത് കൈക്കരുത്തുകൊണ്ടും കൈക്കൂലി കൊണ്ടും രാഷ്ട്രീയ പിൻബലം കൊണ്ടും നേടിയെടുക്കുമ്പോൾ ഏതു ദൈവമാണ് നിന്റെ കൂടെ നിൽക്കേണ്ടത്? പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം കൂടെ ഇല്ലാതെ ഒരു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമുക്ക് കഴിയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സർവശക്തനും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് പ്രതിസന്ധികളെ നിനക്ക് അതിജീവിക്കണമെങ്കിൽ കൂടെയുള്ള തിരുസാന്നിധ്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ കഴിയണം. ഈ നോമ്പ്, പ്രാർത്ഥന, അതിൻ്റെ എല്ലാ ആചരണങ്ങളും നേർച്ചകളും ഒക്കെ ഈ തിരുസാന്നിധ്യം കൂടെ ഇരുത്തുവാനാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. 4-മതായും അവസാനമായും ഈ യോശുവ ദീർഘദർശിയുടെ പുസ്തകം 1-ാം അധ്യായം അവസാനിക്കുന്നതും ഇങ്ങനെയാണ്. യോശുവ
നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. എന്തിനു വേണ്ടിയാണ് 4-ാമത്തെ പ്രാവശ്യം അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അവിടെ യഹോവയായ ദൈവം ഓർമ്മപ്പെടുത്തുന്നു, യോശുവ, നിനക്കൊരു ഓഹരിയും അവകാശവും തന്നത് സാക്ഷാൽ ദൈവമാണല്ലോ, ഞാനാണല്ലോ. പിന്നെ നീ എന്തിനു ഭാരപ്പെടണം, പ്രയാസപ്പെടണം? മിസ്രൈമിലെ കഷ്ടപ്പാടിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ നിനക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ടുവന്നത്, നിനക്ക് അവകാശം തന്നത് സാക്ഷാൽ യഹോവയായ ദൈവമാണെങ്കിൽ നീ എന്തിനു ഭാരപ്പെടണം, എന്തിനു പ്രയാസപ്പെടണം? ജീവിതത്തിൽ മുമ്പിലുള്ള പ്രതിസന്ധികളെ ഓർത്ത് നീ എന്തിന് ആവലാതിപ്പെടണം? യോശുവ ദീർഘദർശിയോടെ യഹോവയായ ദൈവം ചോദിക്കുക. മുമ്പിൽ ചെങ്കടൽ വന്നോട്ടെ, എരിഹോ മതിൽ വന്നോട്ടെ, കനാനീര് വന്നോട്ടെ, ആകുലതകൾ വന്നോട്ടെ, നൊമ്പരങ്ങൾ വന്നോട്ടെ, അവിടെയുള്ള അവകാശം തന്നത് ഞാനാണെങ്കിൽ നീ അവിടെ എത്തുക തന്നെ ചെയ്യും എന്ന് ബലപ്പെടുത്തുകയാണ് യോശുവ ദീർഘദർശി യഹോവയായ ദൈവം. ഈ വാക്യം നമുക്കും വലിയ കരുത്തു വരുന്നതാണ്. കഴിഞ്ഞ നാളുകളിൽ വിശുദ്ധ ദൈവമാതാവിനും സഹദേന്മാർക്കും ഒക്കെ കരുത്തു നൽകിയിട്ടുള്ള ഒരധ്യായം കൂടി ആവണം. പ്രിയമുള്ളവരെ, സഹദേന്മാർ എന്തിന് കഴുത്തു നീട്ടിക്കൊടുത്തു, എന്തിന് രക്തസാക്ഷിത്വ മരണം പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് അതിന് നൽകാനുള്ള ഉത്തരവും ഇത് തന്നെയാണ്. ദൈവമാണ് ഒരു ഓഹരിയും അവകാശവും ഒരുക്കിയിരിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ എത്തുക തന്നെ ചെയ്യും. അതിന് ഈ ലോകത്തിലെ ഒന്നും തടസ്സമല്ല. വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് നമ്മൾ പ്രാർത്ഥിച്ചു നിർത്തുന്നത് ഇങ്ങനെയാണ്: പാപമോചനത്തിലുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാവുന്നു. മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. എന്താണ് ഒരു വിശ്വാസി പ്രാർത്ഥിച്ചു നിർത്തുന്നത്? മരിച്ചുപോയവരുടെ ഒരു ഉയർപ്പുണ്ടല്ലോ, വരുവാനിരിക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, അതിനുവേണ്ടി ഞാൻ നോക്കി പാർക്കുന്നു എന്നാണ് ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കുന്നത്. പിതാക്കന്മാർ 7 നേരം പ്രാർത്ഥിച്ചെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അനുസരിച്ച് ഒരു പ്രാർത്ഥനകളും ഒരു കൂദാശകളും വിശ്വാസ പ്രമാണം ചൊല്ലാതെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അവകാശം, ഈ ലോകം നൽകുന്ന സൗഭാഗ്യവും ഈ ലോകം നൽകുന്ന നന്മകളും ഒരു പക്ഷെങ്കിൽ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിൽ അനേകായിരം പേരിൽ ഒരാൾക്കായിരിക്കും 1-ാം സമ്മാനം അടിക്കുക. എന്നാൽ ദൈവം തരുന്ന സൗഭാഗ്യങ്ങൾ അതെല്ലാവർക്കും വേണ്ടി, അതിന് ഒരുങ്ങുന്ന എല്ലാവർക്കും അത് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് പ്രതിസന്ധികളുടെയും ആകുലതകളുടെയും നടുവിൽ നീ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. മകനെ, മകളെ, നിനക്കുള്ളത് ഒരുക്കിയിരിക്കുന്നത് ഞാനാകയാൽ നീ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, നൊമ്പരപ്പെടേണ്ട എന്ന വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാത്രികാലത്ത് എന്നോടും നിങ്ങളോടും ദൈവം തമ്പുരാൻ പറയാണ്: മകനെ, മകളെ, നീ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, നൊമ്പരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. മക്കളെ ഓർത്ത് നൊമ്പരപ്പെടേണ്ട, സമ്പത്തിനെ ഓർത്ത് ഭാരപ്പെടേണ്ട, നാളെപ്പറ്റി നീ ഓർത്ത് സങ്കടപ്പെടേണ്ട, നിന്റെ ജീവിതത്തിന്റെ ആരോഗ്യത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരുന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തുമെന്ന് ദൈവം ഈ രാത്രികാലം നമ്മളോട് സംസാരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു, നാളെ നമ്മുടെ മക്കളോടും സംസാരിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ശൂനോയോ പെരുന്നാളിലേക്ക് നാം അടുക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരാത്മധൈര്യം ഉണ്ടാകട്ടെ, നമ്മുടെ ആത്മാവിന് ഒരു ശക്തി ഉണ്ടാകട്ടെ. പ്രതിസന്ധികളുടെ നടുവിൽ ശക്തനായ, കരുത്തനായ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വലിയ ബലം. കുറെ നാളുകൾക്ക് മുമ്പ് വാട്സാപ്പിൽ പ്രചരിച്ചിരുന്ന ഒരു കൊട്ടേഷൻ എനിക്ക് വളരെയധികം ചിന്തകൾ നൽകിയിട്ടുള്ള, അനേകം പ്രസംഗകരും ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ്. ഒരു വാട്സാപ്പ് സന്ദേശം അതിങ്ങനെയാണ്: നിനക്ക് നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തെ നോക്കി, ദൈവമേ,
എനിക്കൊരു പ്രയാസമുണ്ട്, എനിക്കൊരു നൊമ്പരമുണ്ട്, എനിക്കൊരു രോഗമുണ്ട് എന്ന് പറയുന്നവനല്ല യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ ഭക്തൻ. പിന്നെ ആരാണ് യഥാർത്ഥ ഭക്തൻ? പ്രതിസന്ധികൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് പ്രതിസന്ധികളോട് എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറയുന്നതാണ് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആവലാതിപ്പെടുന്നവനല്ല യഥാർത്ഥ ഭക്തൻ. പ്രതിസന്ധികൾക്ക് നേരെ നിവർന്നു നിൽക്കുവാൻ കഴിയണമെങ്കിൽ ആത്മാവ് ശക്തമുള്ളതാകണം. ഈ നോമ്പ് അതിനെ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയായ ദൈവം 4 തവണ യോശുവ ദീർഘദർശിയോട് പറഞ്ഞു, യോശുവ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഒന്നാമതായി പറഞ്ഞു, മോശയോടുകൂടി ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. രണ്ടാമതായി പറഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ നീ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതിൽ കാണിച്ച ഉറപ്പും ധൈര്യവും ഉണ്ടല്ലോ, അതാണ് നിന്നെ പ്രതിസന്ധികളിൽ നിന്ന് അതിജീവിക്കുന്നത്, ശക്തീകരിക്കുന്നതെന്ന് പറഞ്ഞു. മൂന്നാമതായി യഹോവയായ ദൈവം ഓർപ്പിച്ചു, നീ പോകുന്നിടത്തൊക്കെയും നിന്റെ കൂടെ ഞാനുള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നാലാമതായി പറഞ്ഞു, ഞാനാണ് നിനക്കൊരു അവകാശം, ഒരു അനുഗ്രഹം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം അത് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നീ അവിടെ എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. പ്രിയമുള്ളവരെ, വലിയ പ്രതിസന്ധികൾ ഒരുപക്ഷെങ്കിൽ ഇനിയും നമ്മെ കാത്തിരിക്കുന്നുണ്ടാവാം. അനേകം ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കണ്ടെത്താതെ ഇരിക്കുന്നവരായി നാം മാറിയിട്ടുണ്ടാവാം. പക്ഷെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയാണ്. ആ ദൈവം നമ്മെ ഉറപ്പും ധൈര്യവും ഉള്ളവരായി ശക്തീകരിക്കട്ടെ. ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്കതിന് കാവലാകട്ടെ. ആ അമ്മയെ പോലെ ദൈവത്തോട് നല്ലൊരു കാഴ്ചപ്പാട് സൂക്ഷിക്കുവാൻ, കല്ലേറ് എഴുകയാൻ വേണ്ടി മുമ്പിൽ ആളുള്ളപ്പോഴും, കാർക്കിച്ചു തുപ്പാൻ മുമ്പിൽ ആളുള്ളപ്പോഴും നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ അമ്മയെ പോലെ ദൈവത്തെ പറ്റി നല്ലൊരു കാഴ്ചപ്പാട് സൂക്ഷിക്കാൻ നമുക്കിടയാകട്ടെ. സമൂഹത്തിന്റെ സന്തോഷങ്ങൾ അമ്മയെ പോലെ നമ്മുടെ സന്തോഷങ്ങളും ആകട്ടെ. സമൂഹത്തിന് നൊമ്പരങ്ങൾ അമ്മയെ പോലെ നമ്മുടെ നൊമ്പരങ്ങളും ആകട്ടെ. അതേപോലെ കഷ്ടതകളും നൊമ്പരങ്ങളും പ്രതിസന്ധികളും ആകുലതകളും വരുമ്പോൾ ആ അമ്മയെ പോലെ നല്ല കാഴ്ചപ്പാട് സൂക്ഷിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഈ പെരുന്നാൾ അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഈ ദിവസത്തെ ധ്യാനത്തിന് നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ഇടയാക്കിയ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിന് കാരണമായി തീർന്ന ഇടവകയുടെ വികാരി, അതിന് ചുമതലപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റി, സെക്രട്ടറി, മീഡിയ വിങ്ങിന്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൂരെയും ചാരയുമായിരുന്ന് ഈ ശുശ്രൂഷകളിൽ പ്രാർത്ഥനാപൂർവം ഭാഗമാക്കാവുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനായ എന്നെയും ഓർക്കണം എന്ന് മാത്രം ആവശ്യപ്പെടുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.